അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് വിമൻ റൈറ്റിംഗ്സ് ഇൻ അറബിക് എന്ന പേപ്പറിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് സാഹിത്യം എന്താണ് എന്നായിരുന്നു. അദബ്, അദബിൻ്റെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ പറഞ്ഞ താരീഫുകൾ, ഡെഫിനിഷൻസും, അതുപോലെ തന്നെ അദബ് എന്ന കലിമത്ത് എന്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്, വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അദബിനെ എന്ത് അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഖ്സാമുൽ അദബിനെ കുറിച്ചാണ്. സാഹിത്യത്തിൻ്റെ വിഭാഗങ്ങൾ, ഇനങ്ങൾ, കിസ്മുകൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. അൽ അദബു യൻഖസിമു ഇലാ ഷിഅരിൻ വ നസറിൻ. സാഹിത്യത്തെ ഷിഅർ, നസർ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, വിഭാഗം ചെയ്യുന്നുണ്ട്. ഷിഅർ എന്നാൽ കവിത, നസർ എന്ന് പറഞ്ഞാൽ ഗദ്യം. അപ്പോൾ പദ്യവും ഗദ്യവും, കവിതയും ഗദ്യവും, ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് സാഹിത്യത്തെ. ഒന്നെങ്കിൽ പദ്യമായിരിക്കും, അല്ലെങ്കിൽ ഗദ്യമായിരിക്കും. വയൻഖസിമാനി ഇലാ അഖ്സാമിൻ. അതുപോലെ തന്നെ അവ രണ്ടും വീണ്ടും ഒരുപാട് ഇനങ്ങളായിട്ട് തിരിക്കപ്പെടുന്നുണ്ട്. നുബൈനു അഹമ്മുഹ, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിനി വ്യക്തമാക്കാൻ പോകുന്നത്. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗം അശ്ശിഅർ, കവിത എന്നതാണ്. തഅരീഫു ശിഅരി അസീറുൻ. കവിതയുടെ ഒരു തഅരീഫ്, ഡെഫിനിഷൻ, നിർവചനം പറയൽ പ്രയാസമാണ്. വലിദാലിക ഇഖ്തലഫൽ ഉദബാഉ ഫി ഹദ്ദിഹി. അതുകൊണ്ട് തന്നെ ആ ഒരു ഡെഫിനിഷൻ നിർണ്ണയിക്കുന്നതിൽ, അതിന് കവിതയെ നിർണ്ണയിക്കുന്നതിൽ സാഹിത്യകാരന്മാരൊക്കെ ഇഖ്തിലാഫ് ഉണ്ടായിട്ടുണ്ട്. അതായത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് അവർക്കുള്ളത്. വൽ അഖ്റ തഅരീഫാത്തിൻ മഷ്ഹൂറ. അതിലെ പ്രശസ്തമായ ഡെഫിനിഷൻസ് നമുക്ക് വായിക്കാം. ഒന്നാമത്തത് അശ്ശിഅർ ഹുവ അൽ കലാം അൽ മൗസൂൻ അൽ മുഖഫ വഹാദാ തഅരീഫുൽ ഖുദമാ. അശ്ശിഅർ ഹുവ അൽ കലാം അൽ മൗസൂൻ അൽ മുഖഫ എന്നതാണ് ആദ്യ ആളുകളുടെ, ഖുദമാഇൻ്റെ, പഴമക്കാരുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കേട്ടിട്ടുള്ള കവിത എന്ന് പറയുമ്പോൾ തന്നെ അതിന് നമ്മൾ പൊതുവായിട്ട് ഡെഫിനിഷൻ പറയാറുള്ളത് ഹുവൽ കലാമൽ മൗസൂനുൽ മുഖഫ എന്നാണ്. വസ്നും ഖാഫിയയുമുള്ള കലാമിനെയാണ് കവിത എന്ന് പറയുന്നതെന്ന് നമുക്കറിയാം. നമുക്കറിയുന്നത് പോലെ തന്നെ ഒരുപാട് സാഹിത്യകാരന്മാർ പറഞ്ഞിട്ടുള്ള നിർവചനമാണ് ഹുവൽ കലാമൽ മൗസൂനുൽ മുഖഫ എന്നുള്ളത്. എന്താണ് ഹുവൽ കലാം? അതൊരു കലാമാണ്, ഒരു വാക്യമാണ്, ഒരു സെൻറ്റൻസാണ്. അൽ മൗസൂൻ, വസ്നുള്ള, വസ്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തം അല്ലെങ്കിൽ താളം എന്നൊക്കെ പറയാം അല്ലേ. വസ്ന് നമ്മൾ ബുഹൂറുകളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനൊരു താളം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വൃത്തം ഉണ്ടായിരിക്കും, ബഹറൊക്കെ ഉണ്ടായിരിക്കും, വസ്ന് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അൽ മുഖഫ, കാഫിയയും ഉള്ളതായിരിക്കും. കാഫിയ എന്ന് പറഞ്ഞാൽ അവസാനാക്ഷരങ്ങളെല്ലാം ഒരുപോലെ വരിക, അല്ലെങ്കിൽ അവസാനം ഒരുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു ഇമ്രുൽ ഖൈസിൻ്റെ മുഅല്ലഖ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വരികളിൽ നമുക്ക് കാണാം, ഖിഫാന ബഖിമിൻ ദിക്റ ഹബീബി വ മൻസിലി ബിസിഖത്തിൽ ലിവാ ബൈന ദുഖൂലി ഫഹൗമലി. അതിൻ്റെ എല്ലാ വരികളും എടുത്ത് നോക്കുകയാണെങ്കിലും അവസാനം ലാമിലായിരിക്കും അവസാനിക്കുന്നത്, ഒരേ രൂപത്തിലായിരിക്കും അതിൻ്റെ അവസാനം. അപ്പോൾ മുഖഫ എന്ന് പറഞ്ഞാൽ അന്ത്യപ്രാസം എന്നൊക്കെ നമുക്ക് പറയാം, അവസാനം ഒരേപോലെ വരുന്നത്.
അപ്പോൾ അങ്ങനെ മുഖഫയും കാഫിയയും വസനുമുള്ള കലാമിനെയാണ് ഷെയർ എന്ന് പറയുന്നത് എന്നാണ് ഒന്നാമത്തെ ഡെഫിനിഷൻ. അടുത്ത ഡെഫിനിഷൻ പറയുന്നത് അൽ കലാം അൽ ബലീഗ് അൽ മബ്നി അലൽ ഇസ്തിയാറത്തി വൽ ഔസാഫിൽ മുഫസ്സൽ ബിൽ അജ്സാ. അത് ഒരു ബലീഗായ കലാമായിരിക്കും. അൽ മബ്നിയുൻ അലൽ ഇസ്തിയാറത്തി, ഇസ്തിയാറത്തിൽ ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ ഇസ്തിയാറത്തിൻ്റെ മേൽ ഉണ്ടാക്കപ്പെട്ട ഒരു ബലീഗായ കലാമായിരിക്കും. വൽ ഔസാഫിൽ മുഫസ്സൽ ബിൽ അജ്സാ, അതുപോലെ തന്നെ ജുസുകൾ കൊണ്ട് വിശദീകരിക്കപ്പെട്ട വസ്ഫുകൾ, വർണ്ണനകൾ. അപ്പോൾ ഈ പറയപ്പെട്ട രണ്ടിൻ്റെയും മേലുണ്ടാക്കപ്പെട്ട ബലീഗായ കലാമായിരിക്കും. അപ്പോൾ ഔസാഫുൽ മുഫസ്സൽ ബിൽ അജ്സാ എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുള്ള വർണ്ണനകൾ ഉൾക്കൊള്ളുന്നതായിരിക്കും കവിത എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മേലുണ്ടാക്കപ്പെട്ട ബലിയായ ഒരു കലാമാണ്. മുത്തഫിഖത്തുൻ ഫിൽ വസ്നി വറവി, റവിയിലും വസ്നിലും അതെന്തായിരിക്കും? യോജിച്ചു വരുന്നതായിരിക്കും. വസ്ന് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ വൃത്തം. റവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഫിയയുടെ അവസാനത്തെ അക്ഷരത്തെയാണ്. ആഖിറുൽ ഹർഫുൽ കാഫിയ, ഹർഫുൽ കാഫിയയാണ് എന്ത് പറയുന്നത്? റവി എന്ന് പറയുന്നത്. അൽ മുസ്തഖില്ലു കുല്ലു ബൈത്ത് മിന്നു, അതിലെ ഓരോ ബൈത്തുകളും എന്തായിരിക്കും? സ്വതന്ത്രമായിരിക്കും. ബി ഖർദിഹി വ മഖ്സിദിഹി, അതിൻ്റെ ഓരോ വരികളും പ്രത്യേക ലക്ഷ്യങ്ങളുള്ള ഉദ്ദേശങ്ങളുള്ളതായിരിക്കും. അതിൻ്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളിലൊക്കെ അത് സ്വതന്ത്രമായിരിക്കും. അൽ ജാരി അല അസാലീബി മഖ്സൂസ, പ്രത്യേക ശൈലിയിൽ ചലിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബലീഗായ കലാമിനെയാണ് കവിത എന്ന് പറയുന്നത് എന്നതാണ് രണ്ടാമത്തെ താരീഫ്. അഫാദഹു ഇബ്നു ഖൽദൂൻ, പ്രശസ്ത ചരിത്രകാരനും സാഹിത്യകാരനുമൊക്കെ ആയിട്ടുള്ള ഇബ്നു ഖൽദൂൻ്റെ ഡെഫിനിഷനാണ് ഇപ്പോൾ പറഞ്ഞത്. മൂന്നാമത്തെ ഡെഫിനിഷൻ ഹുവ ഇബ്രാസുൽ അവാത്തിഫിൻ നബീല ബിത്വരീഖിൽ ഖയാൽ, ദക്കറഹു അഹ്മദ് അമീൻ അൻ റസ്കിൻ. റസ്കിനെ ഉദ്ധരിച്ചുകൊണ്ട്, ജോൺ റസ്കിനെ ഉദ്ധരിച്ചുകൊണ്ട് അഹ്മദ് അമീൻ പറഞ്ഞ ഒരു ഡെഫിനിഷനാണിത്. ഹുവ ഇബ്രാസുൽ അവാത്തിഫിൻ നബീല ബിത്വരീഖിൽ ഖയാൽ എന്നുള്ളത്. എന്താണ് ഹുവ ഇബ്രാസുൽ അവാത്തിഫിൻ നബീല? മഹത്തായ വൈകാരികതകളെ വെളിപ്പെടുത്തലാണ്. ഇബ്രാസ് എന്ന് പറഞ്ഞാൽ ഇദ്ഹാർ, അവാത്തിഫ് ഇമോഷൻസ്, വൈകാരികതകൾ, നബീല മഹത്തായ. അപ്പോൾ മഹത്തായ വൈകാരികതകളെ വെളിപ്പെടുത്തലാണ് ബി ത്വരീഖിൽ ഖയാലി, ഭാവനയിലൂടെ അല്ലെങ്കിൽ ഭാവനയുടെ മാർഗത്തിലൂടെ മഹത്തായ വൈകാരികതകളെ വെളിപ്പെടുത്തലാണ് കവിത എന്ന് പറയുന്നത് എന്നാണ് ജോൺ റസ്കിൻ പറഞ്ഞത്. നാലാമത്തെ ഡെഫിനിഷൻ അശ്ശഅറു ഫൈലാനു മിൻ ശുഊരിൻ ഖവിയ്യിൻ നബാ മിൻ അവാത്തിഫിൻ തജമഅത് ഫി ഹുദൂ. ഷായർ അൽ ഇൻഗ്ലീസി അൽ മഷ്ഹൂർ വേർഡ്സ്വർത്ത്, പ്രശസ്ത ഇംഗ്ലീഷ് കവിയായിട്ടുള്ള വില്യം വേർഡ്സ്വർത്തിൻ്റെ ഡെഫിനിഷനാണ് ഇപ്പോൾ വായിച്ചത്. അശ്ശഅറു ഫൈലാനു മിൻ ശുഊരിൻ ഖവിയ്യിൻ നബാ മിൻ അവാത്തിഫിൻ തജമഅത് ഫി ഹുദൂ എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ എന്താണ്? പോയട്രി ഈസ് ദ സ്പോണ്ടാനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ഇമോഷൻ റിക്കളക്റ്റഡ് ഇൻ ട്രാൻക്വിലിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ശാന്തതയിൽ, നിർവൃതിയിൽ, മനഃശാന്തിയിൽ ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ശക്തമായ ഫീലിങ്സിൻ്റെ സ്വതസിദ്ധമായ ഒഴുക്കാണ് കവിത എന്ന് പറയുന്നത് എന്നാണ് വേർഡ്സ്വർത്ത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 4 താരീഫുകൾ. ഒരുപാട് താരീഫുകൾ കവിതയെക്കുറിച്ച് ഉണ്ട് പ്രശസ്തമായത്. അതിൽ പ്രധാനപ്പെട്ട 4 എണ്ണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അഹമ്മൽ ഫുറൂഖ് ബൈന ഷേരി വന്നസരി, കവിതയും ഗദ്യവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. വശീറു യഖ്തലിഫു അൻ നസരി ബി 4 ഖസായിസ്,
4 കാര്യങ്ങളിൽ 4 പ്രത്യേകതകളിൽ കവിത ഗദ്യത്തെ തൊട്ട് വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കവിതയുടെ 4 പ്രത്യേകതകളാണ് ഇനി പറയാൻ പോകുന്നത്. അവലൻ അൽ വസ്നു വൽ ഖാഫിയ. വസ്നും ഖാഫിയയും തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വസ്നും ഖാഫിയ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതാണ് കവിതയുടെ ഒന്നാമത്തെ പ്രത്യേകത. വസ്നും ഖാഫിയ എന്നുള്ളത് കവിതയുടെ പ്രത്യേകതയാണ്. ഒരു ഗദ്യം നോക്കുകയാണെങ്കിൽ നമുക്കതിൽ നസർ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഈ വസ്നോ ഖാഫിയയോ കാണാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കഥയൊക്കെ എടുത്ത് നോക്കിയാൽ അതിന് ഒരു വസ്ന്, ഒരു വൃത്തമോ അല്ലെങ്കിൽ ഒരു താളമോ അല്ലെങ്കിൽ ഒരു അന്ത്യപ്രാസമോ കാഫിയോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതാണ് പറയുന്നത് വസ്നും കാഫിയയും എന്നത് കവിതയുടെ പ്രത്യേകതയാണ്. രണ്ടാമത്തത് സാനിയൻ അശ്ശിറു. രണ്ടാമത്തത് അൽ ഖൽഖ് വൽ ഇബ്ദാ. അതിൻ്റെ രചന അല്ലെങ്കിൽ സൃഷ്ടിപ്പും അതിൻ്റെ സർഗാത്മകതയും എന്താണ്? അശ്ശിറു ആദത്തു അമാനു ഫിൽ ഖൽഖി വൽ ഇബ്ദാഇ മെൻഷോ ഷായറു മിന സുവൽ ഖയാലിയ. അശ്ശിറു അമാനു ഫിൽ ഖൽഖി വൽ ഇബ്ദാ. കവിത അതിൻ്റെ സൃഷ്ടിപ്പിൽ അല്ലെങ്കിൽ രചനയിലും അതിൻ്റെ സർഗാത്മകതയിലും എന്തായിരിക്കും? കൂടുതൽ സൂക്ഷ്മതയുള്ളതായിരിക്കും. ബിമാ യുൻഷിഹു അശ്ശായറു മിന സുവൽ ഖയാലിയ. കവി ഉണ്ടാക്കുന്ന ഭാവനാത്മകമായ ചിത്രങ്ങളിൽ നിന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിയുടെ ഭാവനയിലൂടെ ഉണ്ടാകുന്ന ചിത്രങ്ങൾ കൊണ്ട് അതിൻ്റെ സൃഷ്ടിപ്പിലും സർഗാത്മകതയിലും എല്ലാം തന്നെ കൂടുതൽ ആഴത്തിലുള്ളതായിരിക്കും അല്ലെങ്കിൽ സൂക്ഷ്മമായിരിക്കും കവിത എന്നുള്ളത്. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. സാലിസൻ അശ്ശിറു യസ്തദഇ അൽ അനാനിയത അൽ അദബിയ വന്നസ്റു യസ്തദഇ അൽ ഗൈരിയ അൽ അദബിയ. കവിത തേടുന്നത് അനാനിയത്തിനെയാണ്. അനാനിയത്ത് എന്നാൽ സാഹിത്യപരമായ, അനാനിയത്തുൽ അദബിയ എന്ന് പറഞ്ഞാൽ സാഹിത്യപരമായ സ്വാർത്ഥത. അപ്പോൾ പല കവികൾ തങ്ങളുടെ മഹത്വം പറയാനും അവരുടെ ഇമോഷൻസ്, വൈകാരികതകളെ പ്രകടിപ്പിക്കാനും ആണ് രചിക്കുന്നത്. അല്ലാതെ മറ്റുള്ള സമൂഹ നന്മക്കോ മറ്റുള്ളവർക്കോ വേണ്ടിയിട്ടല്ല എന്നതാണ്. ഗദ്യമാവുമ്പോൾ അതെന്തായിരിക്കും? നിസ്വാർത്ഥമായിരിക്കും, വൈരിയായിരിക്കും, നിസ്വാർത്ഥമായിരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉള്ളതായിരിക്കും. അതായത് ഗദ്യം സാഹിത്യപരമായ അന്യത്വത്തെയാണ് തേടുന്നത് എന്ന് ചുരുക്കം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുന്നതാവും ഗദ്യത്തിൽ കൂടുതലും ഉണ്ടാകുന്നത്. പദ്യത്തിലാവുമ്പോൾ അത് സ്വന്തം അനാനിയത്തായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അൽ ഇൻസാൻ യക്തുബു അഹ്യാനൻ. പലപ്പോഴും മനുഷ്യൻ എഴുതുന്നു ലിയുഅബ്ബിറ അൻ നഫ്സിഹി, അവൻ്റെ നഫ്സിനെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ. വരിഹ ആത്തിഫത്തവും, അതുപോലെ തന്നെ അവൻ്റെ ഇമോഷൻസിന് ആശ്വാസം നൽകാൻ, റാഹത്ത് നൽകാൻ. വഹുവ ദാഫിയൽ അനാനി, അതാണ് എന്ത്? സ്വാർത്ഥമായ പ്രചോദനം അല്ലെങ്കിൽ ദാഫിയൽ അനാനി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. അൽ ഇൻസാൻ യക്തുബു അഹ്യാനൻ ലിയുഅബ്ബിറ അൻ നഫ്സിഹി വരിഹ ആത്തിഫത്തഹു വഹുവ അദ്ദാഫിയൽ അനാനി. അതിനെയാണ് സ്വാർത്ഥമായ പ്രചോദനം, അദ്ദാഫിയൽ അനാനി എന്ന് പറയുന്നത്. വഅഹ്യാനൻ ലി ഖിദ്മത്തിൽ മുജ്തമഇ, എന്നാൽ പലപ്പോഴും എഴുതുന്നത് സമൂഹത്തിനെ സേവിക്കാൻ വേണ്ടിയാണ്, ഖിദ്മത്തുൽ മുജ്തമഇക്ക് വേണ്ടിയാണ്. വഹുവ അദ്ദാഫിയൽ മൻഫഇ, അതിനാണ് എന്ത് പറയുന്നത്? മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ മോട്ടീവ് അല്ലെങ്കിൽ പ്രചോദനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിൽ ഖൈരി, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. നാലാമത്തെ പ്രത്യേകത അശ്ശിറു അന്നശ്ശിറ യുഖാതിബു ലഅവാതിഫ മുബാശറതൻ. കവിത അഭിസംബോധനം ചെയ്യുന്നത് അവാത്തിഫിനെ ആയിരിക്കും, വൈകാരികതകളെ ആയിരിക്കും, ഇമോഷൻസിനെ ആയിരിക്കും. മുബാശറത്തൻ, ഡയറക്റ്റായിട്ട്. അപ്പോൾ കവിത നേരിട്ട് ഡയറക്റ്റായിട്ട് വൈകാരികതകളെ, ഇമോഷൻസിനെയാണ് അഭിസംബോധനം ചെയ്യുന്നത് എന്നുള്ളതാണ് നാലാമത്തെ പ്രത്യേകത. ഇതാണ് പ്രധാനപ്പെട്ട 4 പ്രത്യേകതകൾ, അല്ലെങ്കിൽ കവിതയും ഗദ്യവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെന്ന് പറയുന്നത്. അശ്ശിർ വൽ മൂസിഖ.
കവിതയും മ്യൂസിക്കും. ലിൽ വസിനി ഖീമത്തുൻ കുബ്ര ഫി ഷിഅർ. വസിനിക്ക് കവിതയിൽ വലിയ മൂല്യമുണ്ട്. വഹുവ അഹമ്മു ഫാരിഖു ബൈനഹു വ ബൈനൻ നസർ. അതാണ് കവിതയുടെയും ഗദ്യത്തിൻ്റെയും ഇടയിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു. വശ്ശിഅറു യഹ്ലു ബിൽ മൂസിഖ അൽ ജയ്യിദ. കവിത നല്ല മ്യൂസിക് കൊണ്ടാണ് മനോഹരമാവുന്നത്, ആസ്വാദ്യമാവുന്നത്. വഅളഫു ഷഅനഹു ഇദാ കാനത്ത് ഗൈറ ജയ്യിദ. എന്നാൽ ആ ഒരു മ്യൂസിക് അത് മോശപ്പെട്ടതാണെങ്കിൽ, ഗൈറ ജയ്യിദയാണെങ്കിൽ അതെന്തായിരിക്കും, ആ കവിത ലൈഫായിരിക്കും, അത് ദുർബലമായിരിക്കും എന്നതാണ്. അതാണ് അത് തമ്മിലുള്ള ഒരു ബന്ധം, കവിതയും മ്യൂസിക്കും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. വൽ വസ്നുൽ മ്യൂസിഖി യക്സിബു ഷിഅറൽ ഖുലൂദ്. കവിതയ്ക്ക് എറ്റേണിറ്റി അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് നൽകുന്നത്, അനശ്വരത, നിത്യത എന്നൊക്കെ പറയാം, ശാശ്വതത്വം നൽകുന്നത് ഈ വസിനാണ്, അല്ലെങ്കിൽ വസ്നുൽ മ്യൂസിക്കിയാണെന്ന് പറയാം. വസ്നുൽ മ്യൂസിക്കിയാണ് അതിനിക്ക് ആ ഒരു ഖുലൂദ് എന്നത് നൽകുന്നത്. കവിതയാകുമ്പോൾ അതെന്തായിരിക്കും, മനസ്സിലിങ്ങനെ നിലനിൽക്കും, പെട്ടെന്ന് മറക്കില്ലല്ലോ, അതാണ് പറയുന്നത്. ഇന്ന് ഇർത്തിബാത്ത ഷെയരി ബിൽ മ്യൂസിഖ അക്ബർ മിൻഹു ബി തസ്വീർ. കവിതയുടെ മ്യൂസിക്കുമായിട്ടുള്ള ബന്ധം, ഇർത്തിബാത്ത് എന്നത് അക്ബർ മിൻഹു ബി തസ്വീർ, അതായത് എൻ്റെ കവിതയും ചിത്രീകരണവുമായിട്ടുള്ളതിനേക്കാൾ വലിയ ബന്ധമാണ് എന്നാണ് പറയുന്നത്. ഔസാൻ ഷെയറി തതനവ്വഉ അൻവാഉൻ അർബ. കവിതയുടെ വസനുകളെ 4 തിരിക്കുന്നുണ്ട്. ഹസ്ബ സൗത്തി, അതിൻ്റെ ശബ്ദത്തിനനുസരിച്ചിട്ട് 4 തിരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് തൂല സൗത്തിയ വ ഖസ്രിഹ, ദീർഘമായ ശബ്ദം, അതുപോലെ തന്നെ ചുരുങ്ങിയ ശബ്ദം, അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് കൗനുഹു ജഹ്വരിയൻ ഔ ഖാഫിത്തൻ, നല്ല ഉറക്കെ നല്ല ശബ്ദത്തിലുള്ളത്, അതുപോലെ തന്നെ പതിഞ്ഞ ശബ്ദം, പതിയെ പറയുന്നത്. മൂന്നാമത്തേത് ഖലീലൻ ഔ റഖീഖൻ, പരുക്കൻ ശബ്ദം. ഖലീലൻ എന്ന് പറഞ്ഞാൽ പരുക്കൻ ശബ്ദം, റഖീഖൻ എന്ന് പറഞ്ഞാൽ നേർത്ത ശബ്ദം. നാലാമത്തത് മുർത്തഫിയൻ ഔ മുൻഖഫിദൻ, ഉയർന്നതും താഴ്ന്നതുമായ ശബ്ദങ്ങൾ. അതാണ് പറയുന്നത്. ഇങ്ങനെ ശബ്ദത്തിനനുസരിച്ച് കൊണ്ട് 4 തിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് അഖ്സാമു ഷിഅറാണ്. കവിതയുടെ ഇനങ്ങൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ എന്നൊക്കെ പറയാം. കിസ്മുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഖസ്സമൽ അറബു അശ്ശിഅറ ഇലാ ഹമാസ വ അദബ് വ റിസാ വ ഗൈരിഹ. അറബികൾ കവിതയെ കിസ്മുകളാക്കുന്നത്, തരംതിരിക്കുന്നത് ഹമാസ, അദബ്, റിസാ, ഗൈരിഹ മറ്റുള്ളവ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ 3 തിരിക്കുന്നുണ്ട് അവർ. എന്താണ് ഹമാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആവേശം, ഉന്മേഷം എന്നൊക്കെയാണ്. അപ്പോൾ യുദ്ധത്തിൽ യോദ്ധാക്കൾക്ക് ആവേശം പകരുന്ന, അവരെ പുകഴ്ത്തിപ്പാടി യോദ്ധാക്കളെ ആവേശം കൊള്ളിക്കുന്ന കവിതകൾക്കാണ് ഹമാസ എന്ന് പറയുന്നത്. അദബ് എന്ന് പറഞ്ഞാൽ സാഹിത്യപരമായ കവിതകൾ. വരിസാ, വിലാപകാവ്യങ്ങൾ നമുക്കറിയാം. പ്രശസ്തരായ ആളുകളൊക്കെ മരണപ്പെട്ടാലൊക്കെ, അല്ലെങ്കിൽ നമ്മളാരെങ്കിലുമൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ കുറിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് പാടുന്ന, അയാളെ മധുഹും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കവിതകളെയാണ് വിലാപകാവ്യങ്ങൾ എന്ന് പറയുന്നത്. ഗൈരിഹ. ഇങ്ങനെയാണ് അറബികൾ കവിതയെ കിസ്മുകളാക്കുന്നത്, ഹസ്ബൽ മൗദൂ, ഈ വിഷയത്തിനനുസരിച്ച് കൊണ്ട്. വഖസ്സമൽ ഫറഞ്ചു. പറങ്കികൾ കവിതയെ തിരിക്കുന്നത് ഇലാ ഖനായി വ മൽഹമ വ തംസീലി വ തഅലീമി.
ഇങ്ങനെ 4ആയിട്ടാണ് ഫ്രഞ്ചുകാർ തിരിക്കുന്നത്. ഗനായി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള പാട്ടായിട്ടുള്ള കവിതകൾ സാധാരണ രീതിയിലുള്ളത്. അപ്പോൾ മൽഹമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിഹാസ കാവ്യങ്ങളാണ്, അല്ലെങ്കിൽ ഐതിഹ്യ കാവ്യങ്ങൾ. അപ്പോൾ നമ്മളെ മഹാഭാരതമൊക്കെ ഐതിഹ്യമാണ്, നമുക്കറിയാം, മഹാഭാരതമൊക്കെ പോലെ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളൊരു മാപ്പിള സാഹിത്യത്തിലുള്ള പടപ്പാട്ടൊക്കെ, മോയിൻകുട്ടി വൈദ്യരുടെ പടപ്പാട്ടൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഐതിഹ്യങ്ങൾ മൽഹമ. തംസീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയ കാവ്യങ്ങൾ, ഡ്രമാറ്റിക് ആയിട്ടുള്ളത്, കവിതയിലൂടെ ഡ്രാമ അവതരിപ്പിക്കുക, അതാണ് തംസീലി. അപ്പോൾ തൈലീമി എന്ന് പറയുന്നത് വൈജ്ഞാനികമായിട്ടുള്ള കവിതകൾ. അപ്പോൾ നമ്മൾ അൽഫിയൊക്കെ അതൊരു സാഹിത്യമല്ലല്ലോ, അത് വൈജ്ഞാനികമായിട്ടുള്ളതാണ്, എന്നാലത് കവിതയുടെ രൂപത്തിലാണ്, പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ, അതുപോലെ ഷാഫി ഇമാമിൻ്റെയൊക്കെ കവിതകളൊക്കെ വൈജ്ഞാനികമായി തൈലീമിയായിട്ടുള്ള കവിതകളാണ്. അതിലൊക്കെ ഇൽമാണ് വിഷയമായിട്ട് വരുന്നത്, അല്ലാതെ വെറും ഒരു സാഹിത്യം എന്ന നിലക്കല്ലാതെ. അപ്പോൾ അത്തരത്തിലുള്ള കവിതകളെയാണ് തൈലീമി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 4ആയിട്ടാണ് ഫ്രഞ്ചുകാർ കവിതയെ തിരിക്കുന്നത്. വഖസ്സമഹു ബഅദുഹും ഇലാ മാ യതഹദ്ദസു ഫീഹി അശ്ശാഇറു അൻ നഫ്സിഹി വവിജ്ദാനിഹി വനുസാഅതിഹി. മറ്റു ചില ആളുകൾ അതിനെ തിരിച്ചിട്ടുള്ളത് ഇലാ മാ യതഹദ്ദസു ഫീഹി അശ്ശാഇറു അൻ നഫ്സിഹി, സ്വന്തം നഫ്സിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, വിജ്ദാനിഹി അവൻ്റെ മനസാക്ഷിയെക്കുറിച്ച്, നുസാഅതിഹി അവൻ്റെ പ്രവണതകളെ, ട്രെൻഡ്സിനെയൊക്കെ കുറിച്ച്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഇത്. അപ്പോൾ ഒരു കവി അയാളുടെ നഫ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ വിജ്ദാനിനെ കുറിച്ചോ നുസാഅത്തിനെ കുറിച്ചൊക്കെ പറയുന്ന കവിതകൾ, അതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തത് വമാ യതഹദ്ദസു ഫീഹി അശ്ശാഇറു അനിൽ മൗദൂആത്തിൽ ഖാരിജിയ്യ, കവി ബാഹ്യമായ വിഷയങ്ങളെക്കുറിച്ച് പറയുന്ന കവിതകൾ. ഇങ്ങനെ 2ആയിട്ട്, ഒന്ന് സ്വന്തമായിട്ട് പറയുന്നത്, മറ്റൊന്ന് ബാഹ്യമായ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെ 2ആയിട്ട് തിരിക്കുന്ന കുറേ ആളുകളുമുണ്ട്. വല്ലവ്വലു ഹുവ ശിറു ദാത്തി. അപ്പോൾ നമ്മൾ നേരെ പറഞ്ഞ നഫ്സിനെക്കുറിച്ചും വിജ്ദാനിനെക്കുറിച്ചും നുസാഅത്തിനെക്കുറിച്ചും ഒക്കെ പറയുന്ന കവിതകൾ, അതിനെയാണ് അശ്ശിറു ദാത്തി എന്ന് പറയുന്നത്. റിസാവ് പോലെ, നിലാപകാവ്യങ്ങൾ പോലെ. വസാനി, രണ്ടാമത്തത് നമ്മൾ പറഞ്ഞ തഹദ്ദസു ഫീഹി അശ്ശാഇറു അനിൽ മൗദൂആത്തിൽ ഖാരിജിയ്യ, ബാഹ്യമായ വിഷയങ്ങളെക്കുറിച്ച് പറയുന്ന കവിതകൾ. അത്തരം കവിതകളെയാണ് അശ്ശിറുൽ മൗദൂഇ എന്ന് പറയുന്നത്. കൽ ഖസസി, കഥ പറയുന്ന കവിതകൾ പോലെ. അപ്പോൾ ഈ ഷിറുൽ ദാത്തി എന്താണെന്നും ഷിറുൽ മൗദൂഇ എന്താണെന്നും ഒക്കെ ചുരുക്കിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൻ്റെ വിശദമായ നോട്ട് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്, അത് ഇതിൻ്റെ കൂടെ വായിക്കണം. അപ്പോൾ ബഅദുഹും ഖസ്സമ ശിറ ഇലാ ഖസസി വ തംസീലി വ ഗനായി വ തഅലീമി വ തബീ വ ഇൻസാനി. മറ്റ് ചില ആളുകൾ ഇതിനെ തിരിച്ചിട്ടുള്ളത് ഇലാ ഖസസി, കഥാപരമായ, കഥ പറയുന്ന കവിതകൾ, കവിതയിലൂടെ കഥ പറയുന്നത്, അത്തരത്തിലുള്ള കവിതകൾ. അതുപോലെ തന്നെ തംസീലി, നമ്മൾ നേരത്തെ പറഞ്ഞ തരം കവിതയിലൂടെ നാടകം അവതരിപ്പിക്കുക, നാടക കവിതകൾ, അഭിനയകാവ്യം എന്നൊക്കെ പറയാം. ഗനായി, പാട്ട് പാടുന്നത് നേരത്തെ പറഞ്ഞു. തഅലീമി, അത് നേരത്തെ പറഞ്ഞു, ഉപദേശ കവിതകൾ, പഠിപ്പിക്കാനും മറ്റുമൊക്കെ വേണ്ടിയിട്ടുള്ളത്. തബീ, പ്രകൃതിപരമായ കവിതകൾ, നാച്ചുറലായിട്ടുള്ള പ്രകൃതിപരമായ കാര്യങ്ങൾ പറയുന്ന കവിതകൾ. ഇൻസാനി, മാനവികമായിട്ടുള്ള, ഹ്യൂമൻ ആയിട്ടുള്ള കവിതകൾ. അപ്പോൾ മറ്റു ചില ആളുകൾ ഇങ്ങനെയും തിരിക്കുന്നുണ്ട്. ഖസസി, തംസീലി, ഗനായി, തഅലീമി, തബീ, ഇൻസാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ടും തിരിക്കുന്നുണ്ട്. അതിൽ മൽഹമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരേതിഹാസ കവിതകൾ എന്ന് പറഞ്ഞു. മൗലൂൻ ബത്തൂലിയൻ ഇർത്തക്കിസു അല ഫിക്ര കൗമിയ, അതിലൊരു ഹീറോ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ വളർച്ചയുടെ കഥകളായിരിക്കും അതിലുണ്ടാവുക. അതാണ് മൽഹമി. ഷിറുൽ ഗനായി എന്ന് പറഞ്ഞാൽ സാധാരണ കവിതകൾ. തഅബീറു അൽ അവാതിഫി മിസ്ലുൽ ഹുബ്ബ് വൽ ഹുസ്ൻ എന്നാണ് പറയുന്നത്.
ഒരു മനുഷ്യൻ്റെ ചിന്തകളും വികാരങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്ന, ഇതുപോലെ സ്നേഹം, ദുഃഖം ഒക്കെ പോലെയുള്ള ഒരു മനുഷ്യൻ്റെ ചിന്തകളും വികാരങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്ന കവിതകളാണ് ഗനായി എന്ന് ഉദ്ദേശിക്കുന്നത്. ഷുറുൽ ഖസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഖദ്ദിമു ഖിസ്സ അല ശക്കിൽ ഷേരി, കവിതയിലൂടെ കഥ പറയുക, അതായത് കവിതയുടെ രൂപത്തിൽ കഥ പറയുന്നതിനെയാണ്, അവതരിപ്പിക്കുന്നതിനെയാണ് ഷുറുൽ ഖസസി എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാം തന്നെ വിശദമായ നോട്ടുകൾ നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ട്, അത് ഇതിൻ്റെ കൂടെ വായിക്കണം. അപ്പോൾ സാഹിത്യത്തിൻ്റെ ഒന്നാമത്തെ കിസ്മ നമ്മൾ പറഞ്ഞു കവിത. രണ്ടാമത്തത് അൻ നസർ വ അൻവാഉഹ, രണ്ടാമത്തത് ഗദ്യമാണ്, നസറാണ്. പദ്യമല്ലാത്തതെല്ലാം തന്നെ ഗദ്യമാണ്. അതിൻ്റെ ഇനങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നോക്കുന്നത്. അപ്പോൾ പദ്യമല്ലാത്ത എല്ലാത്തിനെയും നമുക്ക്, അല്ലെങ്കിൽ കവിതയല്ലാത്ത എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഗദ്യമെന്ന് വിളിക്കാം ചുരുക്കത്തിൽ. അഹമ്മു അൻവാഉ നസരി, നസറിൻ്റെ പ്രധാനപ്പെട്ട ഇനങ്ങൾ അൽ ഖിതാബത്ത്, ഒന്ന് പ്രസംഗമാണ്, വൽ മക്കാല ലേഖനങ്ങൾ, വൽ ഖിസ്സ കഥ, വൽ റിവായ നോവൽ, വൽ മസ്രഹിയ ഡ്രാമ നാടകം, വസീറ ദാത്തിയ ഓട്ടോബയോഗ്രഫി ആത്മകഥ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗദ്യത്തിൻ്റെ രൂപങ്ങൾ, ഗദ്യത്തിൻ്റെ ഇനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് അൽ ഖിതാബത്താണ്, പ്രസംഗകലയാണ്, പ്രസംഗമാണ്. ഹിയ ഹദീസും മന്തൂഖുൻ, പ്രസംഗം എന്നാൽ എന്താണ്, അതൊരു പറയപ്പെടുന്ന, മന്തൂഖായ പറയപ്പെടുന്ന ഒരു സംസാരമാണ്. യുൽഖാഫി ജംഹൂരി മിനൻ നാസി, ഒരു കൂട്ടം ആളുകളിലേക്കാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്, ഒരു കൂട്ടം ആളുകളുടെ മുന്നിലാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. ലിയഖ്നായി, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, വത്തഅസീരി സ്വാധീനിക്കാനും. അപ്പോൾ ആളുകളെ സ്വാധീനിക്കാനും തൃപ്തിപ്പെടുത്താനും ഒക്കെ വേണ്ടി ഒരു കൂട്ടം ആളുകളിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ഒരു സംസാരമാണ് ഖിതാബത്ത് എന്ന് പറയുന്നത്. വലിൽ ഖിതാബത്തി സലാത്ത് അനാസർ, പ്രസംഗത്തിന് 3 ഉൻസുറുകളുണ്ട്, ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് അൽ മുഖദ്ദിമ, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ. നമുക്കറിയപ്പോൾ നമ്മളൊരു പ്രസംഗം നോക്കുകയാണെങ്കിൽ, നമ്മൾ അറബിയിൽ നോക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, ഹംദും സ്വലാത്തൊക്കെ ചൊല്ലിക്കൊണ്ട് അതിൻ്റെ ഒരു ആമുഖം പറഞ്ഞുകൊണ്ടായിരിക്കും അത് തുടങ്ങുക. വല അറള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ വിഷയം. മൂന്നാമത്തത് വൽ ഖാത്തിമ, അതിൻ്റെ കൺക്ലൂഷൻ, അതെങ്ങനെ അവസാനിപ്പിക്കും, പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് 3 ഘടകങ്ങൾ. രണ്ടാമത്തെ നസറിൻ്റെ ഇനമാണ് അൽ മഖാല, ലേഖനം എന്ന് പറയുന്നത്. ഹിയ ഇൻഷാഉൻ നസ്രിയുൻ കാമിലുൻ, അതെന്താണ്, ഒരു പൂർണ്ണമായ കാമിലായ ഒരു ഗദ്യപരമായ രചനയാണ് മക്കാല എന്ന് പറയുന്നത്. തത്തനാവലു മൗദുഅൻ വാഹിദൻ, ഒരു വിഷയത്തെയാണത് കൈകാര്യം ചെയ്യുന്നത്. തുക്തബു ബി ത്വരീഖത്തിൻ ലാ തഖ്ലഉ ലി നിളാമിൻ മുഅയ്യന, ഒരു നിശ്ചിതമല്ലാത്ത ഒരു വ്യവസ്ഥക്ക് നിശ്ചിതമായ ഒരു വ്യവസ്ഥക്ക് വഴിപ്പെടാത്ത രീതിയിൽ എഴുതപ്പെടുന്ന ഒരു രചനയായിരിക്കും മക്കാല എന്ന് പറയുന്നത്. അതായത് ഇന്ന രീതിയിലേ എഴുതാവൂ എന്ന് ഒന്നുമില്ലാത്ത രചനയാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം, അതിനൊരു പ്രത്യേക രീതി വേണമെന്നൊന്നും മക്കാലക്ക് ഇല്ല, ലേഖനത്തിന് അങ്ങനെയൊന്നുമില്ല. അതാണ് പറയുന്നത്. തുക്തബുൽ മക്കാല തൗളീഹി ഫിക്ര ആമ, ഒരു പൊതുവായ ആശയത്തെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് മക്കാല എഴുതപ്പെടുന്നത്. ഔ അല്ലെങ്കിൽ റായുൻ ഖാസുൻ, ഒരു പ്രത്യേകമായ അഭിപ്രായത്തെ വ്യക്തമാക്കാൻ വേണ്ടി. ഔ ഷറഹി മസ്അലത്തിൻ ഇൽമിയ, അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു പ്രോബ്ലത്തെ, ഒരു മസ്അലയെ വിശദീകരിക്കാൻ. ഔ സിയാസിയ, അല്ലെങ്കിൽ രാഷ്ട്രീയമായൊരു പ്രോബ്ലത്തെ. ഔ ഇക്തിസാദിയ, അല്ലെങ്കിൽ സാമ്പത്തികമായ. ഔ ഇജ്തിമായ, അല്ലെങ്കിൽ സാമൂഹ്യമായ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു
സാമൂഹ്യമോ അല്ലെങ്കിൽ സാമ്പത്തികമോ രാഷ്ട്രീയമോ ശാസ്ത്രീയമോ ആയ ഒരു പ്രോബ്ലത്തെ വിശദീകരിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ അഭിപ്രായത്തെ വ്യക്തമാക്കാനോ അല്ലെങ്കിൽ ഒരു പൊതുവായ ആശയത്തെ വ്യക്തമാക്കാനോ ഒക്കെ വേണ്ടി എഴുതപ്പെടുന്ന ഒരു ഗദ്യപരമായ രചനയാണ് മക്കാല എന്ന് പറയുന്നത്. മക്കാല സലാസ്തു അർക്കാൻ. മക്കാലക്ക് പറഞ്ഞ പോലെ തന്നെ 3 പില്ലേഴ്സ് ഉണ്ട്, അതിൻ്റെ 3 റുക്നുകളുണ്ട്. അത് ഹിയാൽ മുഖദ്ദിമ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, വൽ അറദ് അതിൻ്റെ കണ്ടൻറ്റ്, വൽ ഖാത്തിമ അതിൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ ഇതാണ് മക്കാല. അടുത്തത് അൽ അഖ്സൂസ, ചെറുകഥ, ഷോർട്ട് സ്റ്റോറി എന്ന് പറയാം. ഹിയ ഖിസ്സത്തുൻ ഖസീറത്തുൻ നസ്രിയത്തുൻ, അത് ഗദ്യമായിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ്, ചെറുകഥയാണ്. അതിനെയാണ് അഖ്സൂസ എന്ന് പറയുന്നത്. യുആലജു ഫിഹ അൽ കാത്തിബു, അതിൽ എഴുത്തുകാരൻ കൈകാര്യം ചെയ്യുന്നത് ജാനിബും മിനൽ ഹയാത്തി, ജീവിതത്തിൻ്റെ ഭാഗത്തെയാണ്, പാർട്ടിനെയാണ്. യുറക്കിസു ഫീഹി ഫിക്രത്തുൻ, ഒരു ആശയത്തെ അയാൾ കേന്ദ്രീകരിക്കും. ഫലാ എസ്തരിദു വലാ യസീദു അൽ മക്സൂദി, ലക്ഷ്യത്തിലപ്പുറം കൂടുതലാക്കിയും അല്ലെങ്കിൽ നീട്ടിപ്പരത്തിയിട്ടൊന്നും പറയില്ല. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും, അതിലപ്പുറം നീട്ടിപ്പരത്തിയിട്ട് ഇങ്ങനെ നോവൽ പോലെ പറയില്ല. ഷോർട്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ആ ഒരു കാര്യം മാത്രമായിരിക്കും പറയുന്നത്. ഫഹുവ യക്തസിറു, ആ എഴുത്തുകാരൻ ചുരുക്കും, അല സെറദി ഹാദിസത്തിൻ, ഒരു സംഭവത്തെ അവതരിപ്പിക്കുന്നതിൻ്റെ മേൽ, ഔ ബിലൈ ഹവാദിസിൻ ഖസീറ, അല്ലെങ്കിൽ ചെറിയ സംഭവങ്ങളെ അവതരിപ്പിക്കുന്നതിൻ്റെ മേലിൽ അവൻ അതിനെ ചുരുക്കും. യതഅല്ലഫു മിൻഹ മൗളൂൻ മുസ്തഖില്ലുൻ, എന്നിട്ട് ആ സംഭവങ്ങളിൽ നിന്ന് സ്വതന്ത്രമായൊരു വിഷയത്തെ അവൻ രചിക്കും, എഴുതും. ഷഖ്സിയാത്തി മുഖവമാത്തി, അതിൻ്റെ ക്യാരക്ടേഴ്സും ഘടകങ്ങളൊക്കെ അതിൽ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒന്നാണ് അഖ്സൂസ എന്ന് പറയുന്നത്. വയൻബഗി അൻ യകൂനൽ മൗളൂ താമൻ മിൻ നാഹിയത്തി തഹ്ലീലി വൽ മുആലജത്തി. യൻബഗി അൻ യകൂനൽ മൗളൂ താമൻ, വിഷയം സമ്പൂർണമായിരിക്കൽ അനിവാര്യമാകും. മിൻ നാഹിയത്തി തഹ്ലീലി, അപഗ്രഥനം ചെയ്യുന്ന ഭാഗത്തിലൂടെ അവൻ്റെ വിഷയം സമ്പൂർണമായിരിക്കണം. വൽ മുആലജത്തി, അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും. അപ്പോൾ ആ കാര്യങ്ങളിൽ എന്തായിരിക്കണം, തഹ്ലീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അപഗ്രഥനം ചെയ്യുക, അതിലൊക്കെ ആ വിഷയം എന്തായിരിക്കണം, സമ്പൂർണമായിരിക്കണം. വഅൻ ലാ യസ്തഗ്രിഖു വഖ്തൻ തവീല മിന സമനി, ദീർഘമായ സമയം എടുക്കാൻ പാടില്ല. ഏതുപോലെ, നോവൽ പോലെ. നോവലാകുമ്പോൾ അത് ഒരുപാട് സമയമെടുത്ത് ഒരുപാട് കാലങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നതായിരിക്കും. നോവൽ നമുക്കറിയാം ദീർഘമായിരിക്കും. അങ്ങനെ ദീർഘമാകാൻ പാടില്ല ഷോർട്ട് സ്റ്റോറി എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഷോർട്ട് സ്റ്റോറിയുടെ അനിവാര്യതകൾ എന്ന് പറയുന്നത്. വിഷയം സമ്പൂർണ്ണമായിരിക്കണം, അതുപോലെ തന്നെ ദീർഘമായ സമയമെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് കുറഞ്ഞ കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. അനാസിറുൽ ഖിസ്സ, ഈ കഥയുടെ ഉൻസുറുകൾ, ഘടകങ്ങൾ എന്ന് പറയുന്നത് അല്ല ഹിക്കായത്ത്. ഒന്നാമത്തത് ഹിക്കായത്താണ്. 2 ഷഖ്സിയാത്ത്, വൽ ഉഖ്ദത്ത് 3, വൽ ഹല്ല് 4. ഇങ്ങനെ 4 ഘടകങ്ങളുണ്ട്. വൽ ഹിക്കായത്ത് എന്ന് പറയുന്നത് മജ്മുഅത്തുൻ മിനൽ അഹ്ദാസ് അൽ മുസൽസില അൽ മൗസൂല ഇലാ നതീജത്തിൻ തബീയ്യ, അതിലുള്ള സംഭവങ്ങളുടെ
കൂട്ടത്തെയാണ്, മുസൽസിലായിട്ടുള്ള സംഭവങ്ങളുടെ അഹദാസുകളുടെ കൂട്ടത്തെയാണ് ഹിക്കായ എന്ന് പറയുന്നത്. ഷഖ്സിയാത്ത് ഔൽ അഷ്ഖാസ്, ഷഖ്സിയാത്ത് അല്ലെങ്കിൽ അഷ്ഖാസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹും അന്നാസ് അല്ലദീന ഫീഹി അൽ ഖിസ്സ, ആ കഥയിലുള്ള ആളുകളെയാണ്, അതിലുള്ള ക്യാരക്ടേഴ്സിനെയാണ് ഷഖ്സിയാത്ത്, ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വന്ന ആളുകൾ ആരൊക്കെയാണോ അവരൊക്കെ അതിൽ ക്യാരക്ടറുകളായിരിക്കും. അൽ ഉഖ്ദത്ത് ഹിയ മൗളൂൽ ഖിസ്സ, ഉഖ്ദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക്, ഉഖ്ദത്ത് എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം മുഷ്കിലത്ത്, പ്രോബ്ലം എന്നൊക്കെയാണ്. അപ്പോൾ ഉഖ്ദത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിയ മൗളൂൽ ഖിസ്സ, കഥ, ആ ഒരു കിസ്സയുടെ വിഷയം അതാണ്. വൽ ഹല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫക്കുലിൽ മുഷ്കിലത്തി വനഖ്ലുൻ ലഹ, അതിനെന്ത് ചെയ്യുക, ആ മുഷ്കിലത്തിനെ, അതിൽ പറഞ്ഞ മുഷ്കിലത്തിനെ, ഉഖ്ദത്തിനെ അയക്കലാണ്, അല്ലെങ്കിൽ അതിനെ അബോളിഷൻ, നഖ്ല് ചെയ്യലാണ്, പൊളിക്കലാണ്. അതിനാണ് എന്ത് പറയുന്നത്, ഹല്ല്, പരിഹാരം എന്ന് പറയാം. ഹല്ല് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ വിഷയം പറഞ്ഞ് അതിൻ്റെ സൊല്യൂഷനും, ഇതൊക്കെയാണ് അതിൻ്റെ ഘടകങ്ങൾ. ബാദുൽ കുത്താബ് ലാ യജഅലൂന ഫീ ഖസസിഹിം ഹല്ലൻ ബൽ യത്റകൂനൽ കാര്യം. ചില എഴുത്തുകാർ എന്ത് ചെയ്യൂല, അവരുടെ കഥയുടെ അവസാനം അവർ ഹല്ലിനെ, ഒരു സൊല്യൂഷനെ അവർ വെക്കുകയില്ല. അവരെന്ത് ചെയ്യും, അത് വായനക്കാർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. വായനക്കാർ വായിച്ച് അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ചെയ്യുക. അത്തരത്തിലുള്ള ഷോർട്ട് സ്റ്റോറികളും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. റിവായ, അപ്പോൾ ഗദ്യ സാഹിത്യത്തിലെ അടുത്ത ഇനമാണ് റിവായ എന്ന് പറയുന്നത്. റിവായ ഖിസ്സത്തുൻ ത്വീലത്തുൻ, ദീർഘമായ കഥയാണ് റിവായ എന്ന് പറയുന്നത്, നോവൽ എന്ന് പറയുന്നത്. തതകവ്വനു മിന തസ്മീമി, അത് ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്, എന്തിൽ നിന്നൊക്കെയാണ്? തസ്മീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസൈനിൽ നിന്ന്. വൽ അഷ്ഖാസ്, കഥാപാത്രങ്ങൾ. വൽ ഹിവാർ, അതിൽ സംഭാഷണം. വൽ സമനുൽ ഹവാദിസ്, ആ സംഭവങ്ങളുടെ കാലം. വ മക്കാനോ, അതിൻ്റെ സംഭവങ്ങളുടെ സ്ഥലം. ഫൽസഫത്തു നഹ്വൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ നേരെയുള്ള ഒരു തത്വശാസ്ത്രം. ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൂടിയിട്ടാണ് നോവൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു നോവലാകുമ്പോൾ മേൽപ്പറഞ്ഞ എല്ലാം അതിലുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഹിയ മുസന്നഫുൻ നസ്രിയുൻ, നോവൽ എന്ന് പറയുന്നത് ഗദ്യപരമായ ഒരു രചനയാണ്. മുസീറുൻ ലിശൂരി, ഫീലിങ്സുകളെ, വൈകാരികതകളെ ഇളക്കിവിടുന്ന ഗദ്യപരമായ രചനയാണ്. ബിസ്വറുദി ഖിസ്സത്തിൻ മുംകിനത്തിൻ, സാധ്യമായ ഒരു കഥ പറഞ്ഞുകൊണ്ട്, മുംകിനായ സാധ്യമായ ഒരു പോസിബിളായ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഫീലിങ്സുകളെ ഇളക്കിവിടുന്ന ഗദ്യപരമായ രചനയാണ് നോവൽ എന്ന് പറയുന്നത്. മുസീറത്തുൽ അവാത്തിഫിൽ ഇൻസാനി വഫ്കാരിഹി, മനുഷ്യൻ്റെ ഇമോഷൻസിനെയും അല്ലെങ്കിൽ ചിന്തകളെയൊക്കെ ഇളക്കി വിടുന്ന കഥ പറയുക എന്നതാണ് നോവൽ. അനാസിറുഹ, അതിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് നോവലിൻ്റെ? തസ്മീം നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഡിസൈൻ. വൽ അഷ്ഖാസ്, ക്യാരക്ടർ. വൽ ഹിവാർ, അതിലെ സംഭാഷണം. വൽ ഹവാദിസ് വ മക്കാനുഹ, അതിൻ്റെ കാലവും സ്ഥലവും. വൽ ഫൽസഫത്തു സ്വരിഹ ഉല്ലംനിയ അൽ ഹയാത്ത്, അതിൻ്റെ ഫിലോസഫി, അതിൻ്റെ തത്വശാസ്ത്രം. തസ്മീമു ഹുവ ഹവാദിസു റിവായ വഅമാലുഹ വന്നാസുല്ലദീന ഫി റിവായ ഹും അൽ അഷ്ഖാസ്. വൽ ഹിവാർ തഖാത്തുബും, ഹിവാർ എന്ന് പറഞ്ഞാൽ അവരുടെ സംഭാഷണങ്ങൾ. വൽ ഫൽസഫ നേരത്തെ പറഞ്ഞതിൻ്റെ ഫിലോസഫി, അതായത് വായനക്കാരന് നോവൽ നൽകുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നളറിയത്ത്, ഒരു വീക്ഷണം. അതാണ്
ഫൽസഫ എന്ന് പറയുന്നത്. അൽ മസ്രഹിയ ഡ്രാമ. അൽ മസ്രഹിയ ഫന്നുൻ മുറക്കബുൻ, അതൊരു കൂട്ടിയോജിപ്പിക്കപ്പെട്ട കലയാണ് മസ്രഹിയ എന്ന് പറയുന്നത്. മിനൽ ഫന്നിൽ അദബി, സാഹിത്യപരമായ കലയും, മിനൽ ഇഖ്റാജിൽ മസ്രഹി, ഒരു ഡ്രാമാറ്റിക്കായ നിർമ്മാണം, വല അദാവ് തംസീലി, അതുപോലെ അഭിനയം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് മൂന്നും കൂട്ടി യോജിപ്പിക്കപ്പെട്ട ഒരു മുറക്കബായ ഒരു കലയാണ് മസ്രഹിയ എന്ന് പറയുന്നത്. അല്ലദീ യഅ്തമിദു അലൽ മലാബിസി വൽ മനാദിരി വൽ അഷ്യാഇൽ ഉഖ്റ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നു വേഷങ്ങളെ വസ്ത്രങ്ങളെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ദൃശ്യങ്ങളെ, മനാദിർ ദൃശ്യങ്ങൾ, വൽ അഷ്യാഇൽ ഉഖ്റ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. അല്ലത്തി തുസായിദു അലൽ അർളി തംസീലി, അഭിനയത്തെ സഹായിക്കാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അപ്പോൾ അഭിനയത്തെ സഹായിക്കുന്ന മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഡ്രാമ ഉള്ളത്. വലിഹാദ, അതുകൊണ്ട് തന്നെ ലാ തഅദ്ദു അദബൻ ഖാലിസൻ, അതിനെ ഒരു തനി സാഹിത്യം, ഒരു പ്യുവർ ലിറ്ററേച്ചർ എന്ന് പറയാൻ പറ്റില്ല. വഹിയ കരിവായ, അൽ മസ്രഹിയ കരിവായ, നാടകം എന്ന് പറയുന്നത് നോവൽ പോലെ തന്നെയാണ്. നാടകം നോവൽ പോലെ തന്നെയാണ്. തതകവ്വനു മിന തസ്മീമി വൽ അശ്ഖാസി വൽ ഹിവാരി വസമനിൽ ഹദസി വ മക്കാനിഹ ഫൽസഫത്തി നഹ്വൽ ഹയാത്ത്, അതൊക്കെ നമ്മൾ നോവലിന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് നാടകവും ഉണ്ടാകുന്നത്. മാ ഇഖ്തിലാഫി ഫി ഹാദിഹിൽ ഉമൂരി തതഅല്ലഖു ബിൽ ഇഖ്റാജി വൽ അദായി, അതോടൊപ്പം ഈ അതിൻ്റെ ഒരു നാടകരൂപത്തിൽ അഭിനയിക്കാനൊക്കെ വേണ്ടിയിട്ട് എഴുതപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യത്യാസപ്പെട്ടുകൊണ്ട്, അപ്പോൾ അഭിനയിക്കാൻ പറ്റുന്നതുമായ കാര്യങ്ങളിൽ നോവലിൽ നിന്നും വ്യത്യസ്തമാണെങ്കിലും നോവലിലെ എല്ലാ കാര്യങ്ങളും നാടകത്തിലുണ്ടാവും. അപ്പോൾ നോവലിലെ എല്ലാ കാര്യങ്ങളും നാടകത്തിൽ ഉണ്ടാവലോടുകൂടി അത് ഒരു അഭിനയിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും എഴുതപ്പെട്ടിട്ടുണ്ടാവുക. സ്റ്റേജിൽ അഭിനയിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നാടകം എഴുതപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ട അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അതിലെന്തായിരിക്കും, അധികമായിട്ട് ഉണ്ടാവും. അത് വ്യത്യാസപ്പെട്ടിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളിലും നാടകം എന്ന് പറയുന്നത് നോവൽ പോലെ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അസീറത്തു ഷഖ്സിയ ദാത്തിയ, ഓട്ടോബയോഗ്രഫി, ആത്മകഥ. അല്ല, ഓട്ടോബയോഗ്രഫിയ ഫന്നുൻ അദബിയുൻ. ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് ഒരു സാഹിത്യപരമായ, ഒരു കലാപരമായ, ഒരു ഫന്നുൻ അദബിയുൻ, സാഹിത്യപരമായ ഒരു കലയാണ്. യഹ്കി ഫീഹി അൽ കാത്തിബു അൻ ഹയാത്തി, അതിൽ എഴുത്തുകാരൻ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. ഔ ജുസൈ മിൻഹ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ജുസൈനെ, ഒരു പാർട്ടിനെ കുറിച്ച് പറയുകയാണ്. അതാണ് സീറദാത്തി. നമുക്കറിയാം, ആത്മകഥ എന്ന് പറയുന്നത് ഒരാൾ തൻ്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു പാർട്ടിനെ കുറിച്ചോ പറയുന്ന കാര്യമായിരിക്കും. വ ഷുറൂത്തുഹ ലാസിമ, അതിന് കുറച്ച് ലാസിമായ ഷർത്തുകളുണ്ട്, നിർബന്ധമായിട്ടുള്ള കുറച്ച് നിബന്ധനകളുണ്ട്. അതെന്തൊക്കെയാണ്? അസ്യുദുക്ക്, സത്യസന്ധതയാണ്. അപ്പോൾ ഒരു ഓട്ടോബയോഗ്രഫി എഴുതുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം. സ്വന്തം ആത്മകഥ എഴുതുമ്പോൾ അത് സത്യസന്ധമായ കാര്യങ്ങളായിരിക്കണം അതിൽ പറയുന്നത്. വല്ല അമാനത്ത്, വിശ്വസ്തത, അപ്പോൾ അത് വിശ്വാസ്യമായിരിക്കണം. അടുത്തൊരു ഷർത്ത് എന്ന് പറയുന്നത് ഇജ്തിനാബു മദ്ഹിൻ നഫ്സ്, മദ്ഹുൻ നഫ്സ് അതിൽ ഒഴിവാക്കണം. അതായത് ആത്മപ്രശംസ അല്ലെങ്കിൽ സ്വന്തത്തെ മദ്ഹ് ചെയ്യുക, അത് ഒഴിവാക്കൽ ഷർത്താണ്. അത് പാടില്ല. സ്വന്തത്തെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടുള്ള മദ്ഹ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ അതിൽ പാടില്ല എന്നുള്ളതൊരു ഷർത്താണ്. അദമു തബ്രീരിൽ അഫ്ആൽ, അതുപോലെ തന്നെ പ്രവർത്തികളെ ന്യായീകരിക്കാതിരിക്കുക. അയാളുടെ പ്രവർത്തികളെ അതിനിടയിൽ ന്യായീകരിക്കാൻ പാടില്ല. പ്രവർത്തികളെ പറയുക എന്നുള്ളപ്പുറം അതിനെ ന്യായീകരിക്കാൻ പാടില്ല എന്നതാണ്. അദമു
അദമുൽ ഇൻഹിയാസി അദമുൽ ഇൻഹിയാസ്, പക്ഷാപാതിത്വം ഉണ്ടാവാൻ പാടില്ല, നിഷ്പക്ഷമായിരിക്കണം, അത് മറ്റൊരു ഷർത്താണ്. വൽ ജമാലുൽ ഫന്നി, കലാപരമായ ഭംഗി ഉണ്ടായിരിക്കണം. എഴുത്തിബാറുൽ മുനാസബ, അതുപോലെ തന്നെ സന്ദർഭങ്ങളെ പരിഗണിക്കണം, സന്ദർഭം പരിഗണിച്ചുകൊണ്ടായിരിക്കണം, എന്തെങ്കിലും എഴുതാൻ പാടില്ല. എഴുത്തിബാറുൽ ഖാരിയീൻ വനുസാത്തിയും, വായനക്കാരെയും അവരുടെ പ്രവണതകളെയും ട്രെൻഡ്സിനെ അവരുടെ നുസത്തിനെയും ഒക്കെ എന്താണ് പരിഗണിച്ചുകൊണ്ടായിരിക്കണം ആത്മകഥ എഴുതുന്നത്. അതൊക്കെയാണ് അതിൻ്റെ ഷർത്തുകൾ. ആത്മകഥ എഴുതുമ്പോഴുള്ള ഷർത്തുകളാണ് പറഞ്ഞത്. ആത്മകഥകളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ത്വാഹ ഹുസൈൻ്റെ ആത്മകഥ, പ്രശസ്തനായ അറബി സാഹിത്യകാരനായ ത്വാഹ ഹുസൈൻ്റെ ആത്മകഥയാണ് അൽ അയ്യാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രശസ്തനായ മറ്റൊരു സാഹിത്യകാരനായ അഹമ്മദ് അമീൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ഹയാത്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അങ്ങനെ ഒട്ടുമിക്ക സാഹിത്യകാരന്മാർക്കും ഓട്ടോബയോഗ്രഫികൾ ഉണ്ടായിരിക്കും. അതൊക്കെ തന്നെ വളരെ സാഹിത്യപരമായ സാഹിത്യ ഭംഗിയുള്ള ഈ പറയപ്പെട്ട ഷർത്തുകളെല്ലാം ഉള്ളതായിരിക്കും. അത്തരത്തിലുള്ളത് ഒരു ഓട്ടോബയോഗ്രഫി ആയിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അതാണ് ഓട്ടോബയോഗ്രഫി. സ്വന്തം ജീവിതത്തെക്കുറിച്ച് എഴുത്തുകാരൻ പറയുന്ന സാഹിത്യപരമായ ഒരു കലയാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അക്സാമുൽ അദബിൽ, അദബിൻ്റെ 2 വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നും അതിൻ്റെ വിഭാഗങ്ങൾ ഉപവിഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിനെല്ലാം വളരെ ചുരുങ്ങിയ സെൻറ്റൻസുകളിലാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അതിൻ്റെ കുറച്ചും കൂടി വിശദമായ നോട്ട് അതുപോലെ തന്നെ ഉദാഹരണങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിലുണ്ട്. അതുകൂടെ ഇതിൻ്റെ കൂടെ വെച്ചുകൊണ്ട് വായിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വിഷയം അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.